കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി മഹനീയം എന്ന കൂട്ടായ്മയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഏവർക്കും പരിചിതനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. മുടിയനായ പുത്രൻ എന്ന ഓമന പേരിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. സത്യത്തിൽ ഞാൻ ഈ വേദഭാഗം വായിക്കുമ്പോൾ, അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഒരു അപ്പന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയവൻ അപ്പനോട് പറയുകയാണ്, അപ്പ എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് ഭാഗിച്ചു തരണമെന്ന് പറയുകയാണ്. അപ്പൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ, തനിക്കുണ്ടായിരുന്ന സ്വത്തിൽ പകുതി ഹല്ലേലൂയ ഇളയ മകൻ്റെ പേർക്ക് എഴുതി കൊടുത്തു. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ, ഈ മകൻ ഈ സ്വത്തെല്ലാം ലഭിച്ചതിന് ശേഷം ഹല്ലേലൂയ അതെല്ലാം സ്വരൂപിച്ച് വെച്ചുകൊണ്ട് അപ്പനെ വിട്ട്, അപ്പൻ്റെ ദേശം വിട്ട് ദൂരത്തേക്ക് കടന്നു പോകുന്ന ഒരു അനുഭവമാണ് നാം ഇവിടെ കാണുന്നത്. ഈ വേദഭാഗം വായിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ദൈവത്തോട് നമ്മൾ പലതും ചോദിച്ച് വാങ്ങിക്കാറുണ്ട്, ഇല്ലേ? നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നാം ചോദിച്ച് വാങ്ങിച്ച് ദൈവം നമുക്കത് തന്നതിന് ശേഷം ഹല്ലേലൂയ നമുക്ക് തന്ന അനുഗ്രഹങ്ങളുടെ പിന്നാലെ നമ്മൾ പോകും. നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തെ നാം കൈവിട്ട് കളയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കാതെ പോകും. ഇന്ന് പലരുടെയും ജീവിതം നാം നോക്കുമ്പോൾ ദൈവം ആദ്യകാലങ്ങളിൽ വളരെ ഏറെ അനുഗ്രഹിക്കപ്പെടുകയും പിന്നത്തേതിൽ അവർ നശിച്ചു പോകുന്നത് കാണുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നന്മകൾ ലഭിക്കുമ്പോൾ ഹല്ലേലൂയ നന്മ തന്ന ദൈവത്തെ മറന്നിട്ട് ഹല്ലേലൂയ ആ നന്മകളുടെ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ്. ഇവിടെയും ഈ ഇളയ മകന് അങ്ങനെയാണ് സംഭവിച്ചത്. ദൈവം കൊടുത്ത നന്മകൾ സ്വരൂപിച്ചു വെച്ചുകൊണ്ട് ആ അപ്പനെ വിട്ട് അവൻ ദൂരത്തേക്ക് പോയി. ദൈവ സാന്നിധ്യം വിട്ട് നാം ചലിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ പോക്ക് നാശത്തിലേക്കാണ്. നമ്മളുടെ അനുഗ്രഹങ്ങൾ ആ നിമിഷം മുതൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അത് നശിച്ചു പോവുകയില്ല. നമ്മൾ ദൈവ സാന്നിധ്യം വിട്ട് കുറേ നാളൊക്കെ ഹാലിൽ നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും, എന്നാൽ അത് നിലനിൽക്കുകയില്ല. കുറേ നാൾ കഴിയുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ വിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുമാറിയതിൻ്റെ ഒരു എഫക്റ്റ് പതുക്കെ നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ നാം അനുഭവിക്കുവാൻ ഇടയായിത്തീരും. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് സമയം കഴിഞ്ഞിരിക്കും. കാരണം നമ്മുടെ ഹല്ലേലൂയ കയ്യിലുള്ള സകല നന്മകളും അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും ഹല്ലേലൂയ നാം നഷ്ടപ്പെടുത്തിയത് എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ലഭിക്കുന്നത്. ഇവിടെ ഈ ഇളയ മകനും അങ്ങനെയാണ് സംഭവിച്ചത്. തനിക്കുണ്ടായിരുന്ന ഹല്ലേലൂയ വസ്തുക്കളും വകകളും എല്ലാം സ്വരൂപിച്ചു കടന്നുപോയ ദൈവസാന്നിധ്യം വിട്ട് അകന്നുപോയ മകൻ എന്താ ചെയ്തതെന്നറിയാമോ? ദുർനടപ്പിൽ നടന്ന് തൻ്റെ ഹല്ലേലൂയ അനുഗ്രഹങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. കൂട്ടുകാരോടൊത്ത് ഹല്ലേലൂയ സന്തോഷിച്ചു ആനന്ദിച്ചു ഹല്ലേലൂയ വേശ്യകളോടുകൂടെ മുതലുകൾ നശിപ്പിച്ചു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ തനിക്ക് തോന്നിയ പ്രകാരം ജീവിച്ച് ദൈവിക അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി അവസാനം കൂട്ടുകാരുമില്ല, ആരുമില്ല, സ്വത്തുമില്ല, അനുഗ്രഹങ്ങളുമില്ല, വളരെ ഹല്ലേലൂയ ദരിദ്രമായ ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുവാനിടയായിത്തീർന്നു. എന്നാൽ ഹല്ലേലൂയ ഇവിടെ ഞാൻ ആദ്യം ഇൻട്രൊഡക്റ്റ് ചെയ്തതുപോലെ തന്നെ മുടിയനായ പുത്രൻ എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ഈ വ്യക്തി എല്ലാം നശിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഇയാൾക്കൊരു മാനസാന്തരം വരികയാണ്. വളരെയേറെ കഷ്ടപ്പെട്ട് ഹല്ലേലൂയ ഒരു ജോലി കണ്ടുപിടിച്ച്, എന്താ? പന്നികളെ മേയ്ക്കുന്ന ജോലി. അവിടെ തനിക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ആയിരിക്കുന്ന ആ സമയത്ത് പുള്ളിക്ക് ബോധ്യം വരികയാണ്, എന്ത്? ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്ര ആഡംബരത്തോടെയാണ് ജീവിച്ചിരുന്നത്. അവിടെ ഒന്നിനും കുറവില്ലായിരുന്നു. ഹല്ലേലൂയ അവിടെ എത്രയോ പേര് തിന്ന് ശേഷിപ്പിക്കുന്നു. അവിടെ സ്വന്തം പുത്രൻ എന്ന പോലെ ഹല്ലേലൂയ എന്ന പോലെയല്ല, സ്വന്തം പുത്രനെ പോലെ ജീവിച്ച ആ വ്യക്തി അത് പോരാ എന്ന് തോന്നിയിട്ട് അത് വിട്ടിറങ്ങിയതിൻ്റെ ഫലമാണ് ഹല്ലേലൂയ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഹല്ലേലൂയ വകയില്ലാതെ ഹല്ലേലൂയ പന്നികൾക്ക് കൊടുക്കുന്ന വാളവിര കൊണ്ട് ഹല്ലേലൂയ തൻ്റെ വിശപ്പടക്കുവാൻ ശ്രമിച്ചു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ വചനം പറയുന്നത് എങ്കിലും അതുപോലും ആരും അവന് കൊടുത്തില്ല. അപ്പോഴാണ് ഹല്ലേലൂയ ഈ വ്യക്തിക്ക് സുബോധം വരുന്നത്. ഹല്ലേലൂയ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലും. ഹല്ലേലൂയ അവൻ്റെ പുത്രൻ എന്ന് വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ല, എങ്കിലും നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ കാണണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പാപങ്ങളെ എൻ്റെ അപ്പനോട് ഏറ്റുപറഞ്ഞ് ഞാൻ എൻ്റെ അപ്പൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി പോകുവാൻ ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ മകൻ ഹല്ലേലൂയ അങ്ങനെ മാനസാന്തരപ്പെടുകയും അപ്പൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരികയും ചെയ്യണം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പലപ്പോഴും തെറ്റുകൾ വരും. പക്ഷേ തെറ്റുകൾ ഹല്ലേലൂയ സംഭവിക്കുമ്പോൾ തെറ്റാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നാം വീണ്ടും
വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതെ മടങ്ങി വരുവാൻ മനസ്സുണ്ടെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരപ്പൻ, നമ്മൾ തെറ്റ് ചെയ്ത് നമ്മളുടെ അപ്പൻ്റെ ഹാലേലിയ സാന്നിധ്യത്തിൽ നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ നമ്മളുടെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്ന, കണ്ണും നട്ട് നമ്മൾ കടന്നുപോയ വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരപ്പനുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഹാലേലൂയ. ഇവിടെ ഈ വ്യക്തി തൻ്റെ തെറ്റിനെ കുറിച്ച് സുബോധം പൂണ്ട് മടങ്ങി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പൻ ദൂരമേ കണ്ടു തൻ്റെ മകൻ മടങ്ങി വരുന്നത്. ഹാലേലൂയ. എന്നാൽ ആ അപ്പൻ്റെ ആർദ്ര കരുണയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവൻ പാപം ചെയ്ത് അകന്നു പോയത്, അതുകൊണ്ട് എൻ്റെ അടുക്ക വന്ന് എൻ്റെ കാല് പിടിച്ച് ഹാലേലൂയ ക്ഷമ ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം എന്ന് കരുതി ആ അപ്പൻ അടങ്ങിയിരുന്നില്ല. തൻ്റെ മകൻ ദൂരമേന്ന് വരുന്നത് കാണുമ്പോൾ അപ്പൻ ഓടി ചെല്ലുകയാണ്. ഹാലേലൂയ. പാപത്തിൽ നിറഞ്ഞ് ഹാലേലൂയ വളരെയേറെ ഹാലേലൂയ ചെളിയും അഴുക്കും പുരണ്ട് കഷ്ടപ്പെട്ട് ഹാലേലൂയ ഒരു ദരിദ്രനെ പോലെ കടന്നു വരുന്ന ആ മകനെ ഹാലേലൂയ അല്പം പോലും ചിന്തിക്കാതെ ഹാലേലൂയ ആ പിതാവ് ആലിംഗനം ചെയ്യുകയാണ്. ഹാലേലൂയ. ഈ വേദഭാഗം വായിക്കുമ്പോഴുണ്ടല്ലോ ഹാലേലൂയ നമ്മുടെ അപ്പൻ്റെ ആർദ്ര കരുണ എത്രമാത്രമാണ് നമ്മളെ കുറിച്ച്. ഹാലേലൂയ. പലപ്പോഴും പലരും തെറ്റിലകപ്പെടുമ്പോൾ ഹാലേലൂയ ഇനി എനിക്ക് അപ്പൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ യോഗ്യതയില്ല, ഹാലേലൂയ എനിക്ക് തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞ് കുറ്റബോധം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്. നിങ്ങളുടെ മടങ്ങി വരവിൽ നിങ്ങളെ ആലിംഗനം ചെയ്യുവാൻ, നിങ്ങളുടെ മേൽ ചിലത് കൈമാറുവാൻ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. വേഗത്തിൽ നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുമെങ്കിൽ ഹാലേലൂയ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിലും അധികമായ നന്മകളെ തന്ന് മാനിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ടെന്നുള്ള ബോധ്യം ഹാലേലൂയ നിങ്ങളെ ഭരിക്കട്ടെ. ഹാലേലൂയ. ഇവിടെ ഹാലേലൂയ ഈ മകൻ മടങ്ങി വരുമ്പോൾ ഹാലേലൂയ എന്നെ വളരെയേറെ ചിന്തിപ്പിച്ച ഒരു വേദഭാഗമാണ്. ഈ അപ്പൻ എന്താണ് പറയുന്നത്? ഹാലേലൂയ വിശേഷമായ മേലങ്കി കൊണ്ടുവന്ന് ഈ മകനെ അണിയിക്കുകയാണ്. ഹാലേലൂയ. ഈ മടങ്ങി വന്ന മകന് തൻ്റെ അപ്പനോട് തൻ്റെ പാപങ്ങൾ ഏറ്റുപറയാണ്. നിൻ്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ അപ്പൻ അതൊന്നുമല്ല ശ്രദ്ധിക്കുന്നത്. അപ്പൻ അവനെ മാറോട് ചേർത്തണച്ച് അവനെ ചുംബിച്ചതിന് ശേഷം തൻ്റെ ദാസന്മാരോട് പറയുകയാണ്, ഇവന് മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഈ വേദഭാഗത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. അതുവരെ പാപത്തിൽ ജീവിച്ച് തേജസ് നഷ്ടപ്പെട്ട, പാപത്തിൻ്റെ കറ പുരണ്ട ആ വസ്ത്രത്തെ ആത്മാവ് നീക്കം ചെയ്തിട്ട് പിതാവ് അവന് മേൽത്തരമായ ഒരു അങ്കി, അതായത് തേജസ്സിൻ്റെ വസ്ത്രം അവനെ ധരിപ്പിക്കുകയാണ്. അതുവരെയുള്ള അവൻ്റെ എല്ലാ പാപങ്ങളെയും ദൈവം അവിടെ ക്ഷമിക്കുകയാണ്. അതിൻ്റെ ഒരു കറ പോലും അവശേഷിപ്പിക്കാതെ അതിനെ പൂർണ്ണമായി ദൈവം മറന്നു കളഞ്ഞിട്ട് അവന് പുതിയ ഒരു ജീവിതത്തിലേക്ക്, തേജസ്സിൻ്റെ പുതിയ ഒരു ജീവിതത്തിലേക്ക് അവനെ അണിയിപ്പിച്ച് പരിശുദ്ധാത്മാവ് അവനെ ഒരുക്കുകയാണ്. അതുമാത്രമല്ല അവൻ്റെ കൈക്ക് മോതിരം ഇട്ട് കൊടുത്തു എന്ന് പറയുന്നു. പഴയ നിയമത്തിൽ പലയിടത്തും മോതിരത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ രാജാക്കന്മാരുടെ അധികാരത്തെ കാണിക്കുന്നതാണ് മോതിരം. അതായത് അവരൊരു തീർപ്പ് കൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ദേശങ്ങളിലേക്ക് ദൂതുകൾ അയക്കുമ്പോൾ അത് രാജാവിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കാൻ മോതിരം കൊണ്ട് മുദ്രയിടാറ് പതിവുണ്ടായിരുന്നു. അതായത് ഇവിടെ ആ മോതിരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം തൻ്റെ മേലുള്ള അധികാരത്തെ ആ മകൻ്റെ മേൽ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഹാലേലൂയ. ദൈവത്തിൻ്റെ അധികാര കൈമാറ്റമാണ്. ഹാലേലൂയ. മടങ്ങി വന്ന മകനെ മാറോട് ചേർത്ത് വിശേഷമായ തേജസ്സിൻ്റെ വസ്ത്രം ധരിപ്പിച്ച് ഹാലേലൂയ തൻ്റെ അധികാരത്തെ ആ മകൻ്റെ മേൽ കൈമാറ്റം ചെയ്ത് കാലിൽ പുതിയ ചെരുപ്പ് അണിയിച്ചു എന്ന് പറയുന്നു. ഹാലേലൂയ. ചെരുപ്പ് എന്തിനെയാണ് കാണിക്കുന്നത്? ഹാലേലൂയ സമാധാന സുവിശേഷത്തിൻ്റെ ചെരുപ്പണിയ എന്ന് എഫെസ്യറിൻ്റെ 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഹാലേലൂയ. അതായത് നിന്നെ ഒരു സാക്ഷിയാക്കി മാറ്റുവാൻ, അനേകരുടെ മധ്യ കർത്താവിൻ്റെ ഒരു അത്ഭുത സാക്ഷിയാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹാലേലൂയ. ഇവിടെ മടങ്ങി വന്ന മകന് എന്തെല്ലാം പ്രതിഫലമാണ് കിട്ടിയത്? അവൻ്റെ പാപം മൂലം അവന് നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ ദൈവം മടക്കി കൊടുത്തു. അവൻ്റെ ദുർനടപ്പ് മൂലം അവൻ നശിപ്പിച്ചു കളഞ്ഞ ദൈവിക അധികാരങ്ങളെ പരിശുദ്ധാത്മാവ് അവന് പകർന്നു കൊടുത്ത് അവനെ അനേകരുടെ മധ്യ ഹാലേലൂയ സമാധാന സുവിശേഷത്തിനായി ഹാലേലൂയ ഒരു യോദ്ധാവിനെ പോലെ ഒരുക്കുകയാണ്. ഹാലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഹാലേലൂയ വീണിടത്ത് നിന്നും മടങ്ങി വരുവാൻ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പദവി നിങ്ങൾക്കും ലഭിക്കും. ഹാലേലൂയ. അതുകൊണ്ട് ഒട്ടും മടിച്ചു നിൽക്കണ്ട. എന്നെ കാണുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഒരു പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടായിരിക്കില്ല അങ്ങനെ ഒരു തെറ്റ് ഹാലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചു പോയതായിരിക്കും. എന്നാൽ പാപത്തിൻ്റെ ഹാലേലൂയ ആ സുഖലോലുപതയിൽ പലപ്പോഴും മനസ്സ് ആവർത്തിച്ച് വേണ്ട എന്ന് പറഞ്ഞിട്ടും
ഹാലലിയ വീണ്ടും അതിൻ്റെ ഹാലലിയ ആ സുഖമോർത്ത് ഹാലലിയ പലപ്പോഴും മടങ്ങി വരാൻ മനസ്സുണ്ടായിട്ട് അതിന് കഴിയാതെ ഹാലലിയ ഉയരത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നതോറും വീണ്ടും പാപം വലിച്ചു താഴ്ത്തിയിട്ട ഹാലലിയ അനുഭവത്തിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് മടങ്ങി വരുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളെ സഹായിപ്പാൻ ദൈവശക്തന. ഹാലലിയ നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ ഹാലലിയ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ തേജസ്സിൻ്റെ അങ്കിയെ ധരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അധികാരത്തെ കൈമാറ്റം ചെയ്തുകൊണ്ട് അനേകരുടെ മധ്യേ നിങ്ങളെ ഹാലലിയ കർത്താവിൻ്റെ സാക്ഷിയാക്കി നിർത്തുവാനും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹാലലിയ ഇപ്രകാരമായിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവിനോട് പറഞ്ഞാട്ടെ, അപ്പ ഹാലലിയ നിൻ്റെ മകനെന്ന് വിളിപ്പാൻ അല്ലെങ്കിൽ നിൻ്റെ മകളെന്ന് വിളിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. ഹാലലിയ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തുവെന്ന് ഹാലലിയ ഹൃദയനുറക്കത്തോടെ നീ പറയുന്നെങ്കിൽ ഹാലലിയ അവൻ്റെ രക്തം ഹാലലിയ സകലത്തിനും മതിയായതാ. നിൻ്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ചുവന്നിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ അവൻ്റെ രക്തത്തിന് ശക്തിയുണ്ട് കേട്ടോ. ഹാലലിയ നീ അറിയാതെ പെട്ടുപോയ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ ചെന്ന് ചാടിയതായിരിക്കാം ഹാലലിയ. പക്ഷെ മടങ്ങി വരുവാൻ മനസ്സുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ ഇന്ന് ക്ഷണിക്കുകയാണ്. നിൻ്റെ തെറ്റുകളെ വിട്ട് നിൻ്റെ പാപങ്ങളെ വിട്ട് നിൻ്റെ ദുർനടപ്പ് വിട്ട് സുബോധത്തോടെ മടങ്ങി വരികയാണെങ്കിൽ നിൻ്റെ വഴിയിൽ നിൻ്റെ മടങ്ങി വരവ് കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ടെന്നുള്ള സത്യം ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയണം. ഹാലലിയ ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹാലലിയ ആരെയൊക്കെയോ ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം ഈ ഹാലലിയ മെസ്സേജിലൂടെ ഒരുക്കുകയാണ്. ഹാലലിയ വന്നുപോയ കുറവുകളെ ഹാലലിയ ഏറ്റുപറയുകയാണെങ്കിൽ ഹാലലിയ ക്ഷമിക്കുവാൻ കഴിവുള്ള ഒരു പിതാവിനെയാണ് നാം സേവിക്കുന്നത്. ഹാലലിയ ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഹാലലിയ ഇങ്ങനെ ഹാലലിയ ഇപ്രകാരം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹാലലിയ മടങ്ങിവാ. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മടങ്ങി വരവാ. നിങ്ങൾ ആ പാപത്തിൽ കിടന്ന് നശിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹാലലിയ ആരുടെയൊക്കെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഹാലലിയ ആരുടെയൊക്കെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഹാലലിയ എവിടെയൊക്കെ ഒരു മടങ്ങി വരവ് സംഭവിക്കുന്നു കേട്ടോ. ഹാലലിയ പരിശുദ്ധാത്മാവ് എന്നെ വ്യക്തമായി കാണിക്കുന്ന ചിലർ ഹൃദയം നുറുക്കത്തോടെ ഹാലലിയ ഈ മെസ്സേജ് ഹാലലിയ കണ്ണുനീരോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം അവരെ മാടി വിളിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളെ തൊടുകയാണ്. ഹാലലിയ അവർ പാപം വിട്ടകലുന്നു. ഹാലലിയ അവർ പാപ സ്വഭാവങ്ങളെ ഹാലലിയ മാറ്റിവെക്കുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നു. ഹാലലിയ ദൈവത്തിൻ്റെ വലിയ കരം ചലിക്കുന്നു കേട്ടോ. ആരുടെയൊക്കെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുകയാണ്. ഹാലലിയ ആരുടെയൊക്കെ ജീവിതങ്ങളെ ഹാലലിയ വഴി മാറ്റിവിടുകയാണ് പരിശുദ്ധാത്മാവ്. ഹാലലിയ ദൈവത്തിൻ്റെ കൃപ അനേകരുടെ മേൽ ഹാലലിയ മഴ പോലെ പെയ്തിറങ്ങുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുകയാണ്. ഹാലലിയ അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ഹാലലിയ ആ ദൈവ സ്നേഹം നിറയുകയാണ്. ഹാലലിയ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ബോധം ആരുടെയൊക്കെ ജീവിതത്തിൽ സ്വബോധം ദൈവം മടക്കി കൊടുക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ഹാലലിയ അനേകർ ഈ ദിവസങ്ങളിൽ ഈ മെസ്സേജിലൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തങ്ങളുടെ ഹാലലിയ തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുന്നത് ആത്മാവ് എന്നെ കാണിക്കുന്നു. ഹാലലിയ ദൈവം അതിനായി ഓരോ പ്രിയപ്പെട്ടവരെ ഒരുക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഹാലലിയ പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അനേകരെ ഹാലലിയ പരിശുദ്ധാത്മാവ് മടക്കി വരുത്തുന്നതിനായ സ്തോത്രം. ഒരു കൂട്ടം ഹാലലിയ പാപം വിട്ടൊഴിയുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന കർത്താവേ, അവരുടെ പാപത്തെക്കുറിച്ച് ഹാലലിയ പരിശുദ്ധാത്മാവ് അവരെ ഉണർത്തുകയാണ്. ഹാലലിയ ഓർപ്പിച്ചുണർത്തുകയാണ്. ഓ ഹാലലൂയ അവരുടെ വാക്കിൽ, അവരുടെ പ്രവൃത്തിയിൽ, അവരുടെ നോട്ടത്തിൽ ഹാലിലെ കൊടുക്കൽ വാങ്ങലുകളിൽ വന്നുപോയ കുറവുകളെ ആത്മാവ് അവർക്ക് സുബോധം കൊടുക്കുന്നു. ഹാലലൂയ അവരതിനെ ഏറ്റുപറഞ്ഞ് ഹാലിയ പാപത്തെ വിട്ട് ഹാലലൂയ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുമെന്ന് ചിലർ തീരുമാനങ്ങൾ എടുക്കുന്നത് ആത്മാവിനെ കാണിക്കുന്നു. ഹാലലൂയ നിങ്ങളുടെ മേൽ ഒരു കൈമാറ്റം ഇപ്പോൾ നടക്കുകയാണ്. ഹാലലൂയ ഒരു ദൈവിക അധികാരത്തിൻ്റെ കൈമാറ്റം പരിശുദ്ധാത്മാവ് ചെയ്യുന്നു കേട്ടോ. ഹാലലൂയ ഒരു അത്ഭുത സാക്ഷിയാക്കി ദേശത്ത് ദൈവം നിങ്ങളെ നിർത്തുവാൻ പോവുകയാണ്. ഹാലലൂയ അവൻ്റെ സാക്ഷിയാക്കി, അവൻ്റെ സുവിശേഷത്തിൻ്റെ വക്താവാക്കി പരിശുദ്ധാത്മാവ് ഈ നിമിഷം ചിലരെ അഭിഷേകം ചെയ്യുകയാണ്. കർത്താവ് ഈ ദിവസങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു ഉണർവിന് വേണ്ടി ആത്മാവ് ആരെയൊക്കെ ഒരുക്കുന്നു. ഹാലലുയ അവരുടെ തെറ്റുകളിൽ നിന്ന് ഹാലലുയ അനേകർ പുറത്തു വരികയാണ്. ഓ ആത്മാവിൻ്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് അനേകരുടെ മേൽ ഇപ്പോൾ ഹാലിൽ പകർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കരം അനേക ഇടങ്ങളിൽ ചലിക്കുന്നു. ദേശങ്ങളിൽ വിദേശങ്ങളിൽ അനേകർ ഈ മീറ്റിംഗ്
കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ആത്മാവിൻ്റെ കരം വ്യക്തമായി ചലിക്കുന്ന ഒരു മേഘം പോലെ ചിലരുടെ ജീവിതത്തിലേക്ക് അതിറങ്ങി വരുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുകയാണ്. ഹല്ലേലൂയ. അനേകരുടെ ഹൃദയങ്ങൾ രൂപാന്തരപ്പെടുന്നു, അനേകർ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയാണ്. ഹല്ലേലൂയ. അനേകർക്ക് പരിശുദ്ധാത്മാവ് തെറ്റിനെ ബോധ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ചിലർ പൊതിയപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ചിലരെ പൊതിയുകയാണ്. ഹല്ലേലൂയ. ഒരു വലിയ ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഹല്ലേലൂയ, വലിയൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ അനേകരുടെ മേൽ പരിശുദ്ധാത്മാവ് പകരുന്നത് എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ. ദൈവം വലിയ വൻ കാര്യങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ച് ഉണർത്തി മടക്കി കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവിക അധികാരങ്ങളെ കയ്യിലേറ്റ് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചിലരെ ദൈവം ഒരുക്കുന്നു. ഹല്ലേലൂയ. പിതാവേ, നീ ചെയ്യുന്ന അത്ഭുതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പ. നിന്റെ കരുണയ്ക്കായി, നിന്റെ കൃപയ്ക്കായി, നിന്റെ മനസ്സലിവിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പ. നിന്റെ ദയ ഹാലിൽ ഞങ്ങളുടെ ജീവനേക്കാൾ നല്ലതെന്ന് ഞങ്ങൾ അറിയുന്നു പിതാവേ. നിന്റെ കരം ചലിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നിന്റെ വലിയ മഹത്വമിറങ്ങി അനേകരുടെ ജീവിതത്തെ മടക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഒരു മടങ്ങി വരവ് അനേകരുടെ ജീവിതത്തിൽ ദൈവം കൽപ്പിച്ചാക്കുന്നതിനായി നന്ദി കർത്താവേ. അങ്ങ് പ്രവർത്തിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം വരുത്തും. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ ഈ മെസ്സേജിലൂടെ ഹല്ലേലൂയ ദൈവം അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് ഈ മെസ്സേജുകൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ഹല്ലേലൂയ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരിക. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. വീണ്ടും സർവശക്തനായ ദൈവം ആ ഡിവൈൻ പ്രൊട്ടക്ഷനുള്ളിൽ നമ്മളെ ഓരോരുത്തരെയും മറച്ചുകൊള്ളട്ടെ. വീണ്ടും കാണുവോളം God bless you.